രാജ്യം ഏറെ ആശങ്കയോടെ കാത്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ വിലപേശി തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും. അഭിനന്ദന്റെ വിടുതലിനു വേണ്ടി പാകിസ്ഥാൻ വിലപേശാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയോട്. പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നായപ്പോൾ പുതിയ അടവ് നയവുമായി പാകിസ്ഥാൻ രംഗത്തെത്തുന്നതാണ് സൂചന. ഇന്ത്യ തിരിച്ചടിയിൽ നിന്ന് പിന്മാറിയാൽ അഭിനന്ദിനെ വിട്ടുതരാമെന്ന നീക്കവുമായി പാകിസ്ഥാൻ മുന്നോട്ടു പോകുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഈ മണിക്കൂറിലും പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ യൂണിഫോം ഇടാത്ത സേനകളെയാണ് പാക് ഭീകരർ. അവർക്ക് വേണ്ടിയാണ് ഇമ്രാൻ ഇങ്ങനെ ഇന്ത്യയോട് വിലപേശുന്നതെന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. അഭിനന്ദന് നയതന്ത്ര സഹായം ലഭ്യമാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം അഭിനന്ദൻ വർദ്ധമാനെ മുൻനിർത്തി പാകിസ്ഥാൻ വിലപേശലിന് നീങ്ങുകയാണെന്ന സൂചനകളാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ പുറത്തു വരുന്നത്. ആദ്യം സംഘർഷ സാഹചര്യത്തിന് അയവുണ്ടാകണമെന്നും പൈലറ്റിന്റെ മോചനം പിന്നീട് ചർച്ച ചെയ്യാമെന്നും പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്ബൂബ് ഖുറേഷി വ്യക്തമാക്കിയതായാണ് പുറത്തുവരുന്ന സൂചനകൾ. സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നതിനിടെ കേന്ദ്ര മന്ത്രിസഭയുടെ നിർണായക യോഗം വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ചേരും. അതിനിടെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കലാലംഘനം തുടരുകയാണ്. പൂഞ്ച് മേഖലയിലാണ് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് വെടിവയ്പുണ്ടായത്. ഇന്നലെയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായിരുന്നു. രാവിലെ 6-ന് തുടങ്ങിയ വെടിവയ്പ് 1 മണിക്കൂറോളം നീണ്ടു. സംജോത എക്സ്പ്രസ് സർവീസ് നിർത്തിയെന്ന് പാക് റെയിൽവേയും അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 2 തവണയാണ് മോദി സേനാ തലവന്മാരുമായി ചർച്ച നടത്തിയത്. എന്തായാലും പാകിസ്ഥാന്റെ വിലപേശലിന് മുന്നിൽ ഇന്ത്യൻ സൈന്യം തല കുനിക്കില്ല എന്ന് തന്നെയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. മുംബൈയിൽ ബോംബ് സ്ക്വാഡും കൊച്ചിയിൽ പടക്കപ്പലും റെഡിയായി നിൽക്കുന്നു. ഇന്ത്യൻ സൈന്യവും അതീവ ജാഗ്രതയിലും തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ വിലപേശലൊന്നും ഇന്ത്യയുടെ അടുത്ത് നടക്കില്ല. അഭിനന്ദിനെ വിട്ടുതരിക എന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യം തന്നെയാണ്. എങ്കിലും പാകിസ്ഥാന്റെ ഈ വിലപേശലിന് മുന്നിലൊന്നും തളരാതെ ഇന്ത്യ മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ഒരു തുള്ളി ചോര പോലും ചിന്താതെയാണ് ഇന്ത്യൻ സൈന്യം പാക് അതിർത്തി ലംഘിച്ച് അവിടെ വ്യോമാക്രമണം നടത്തിയത്. ഭീകരർക്ക് വേണ്ടി ഇമ്രാൻഖാൻ നടത്തുന്ന ഈ വിലപേശൽ അത് മോദിയുടെ അടുത്ത് ചിലവാകില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ഇനി പാകിസ്ഥാൻ എടുക്കുന്ന നിലപാട് എന്താവും എന്നതാണ് രാജ്യം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.